പോകുന്നത് അല്പം മധുരമുള്ള ഒരു പ്രചാരണത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ചോക്ലേറ്റിന് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ കോഴിക്കോട് കാരശ്ശേരി കറുത്തപറമ്പ് സ്വദേശി അഷിക ഖദീജ രാജ്യത്തെങ്ങും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചോക്ലേറ്റ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ മധുരമുള്ള പ്രചാരണ കാഴ്ച കാണാം. അപ്പോഴേക്ക് നമുക്ക് പറവൂരിലെ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്ന ഇടത്തേക്ക് എത്തണം. ഉടൻ തന്നെ പോകാം. അപ്പോൾ ആദ്യം ചോക്ലേറ്റ്. കവറിനകത്തുള്ള ചോക്ലേറ്റുകൾ ഒന്നാണെങ്കിലും പുറത്തുള്ള കവറുകൾ സ്ഥാനാർത്ഥിയും രാഷ്ട്രീയവും അനുസരിച്ച് നിറം മാറും. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല കവറുകൾക്കാണ്. പോളിംഗ് ബൂത്ത് എത്തും വരെ ചോക്ലേറ്റിന്റെ രുചി നാവിൻ തുമ്പത്താണെങ്കിൽ ചോക്ലേറ്റിന്റെ കവർ ചിത്രത്തിന്റെ സ്ഥാനം മനസ്സിലാണ്. ഇതുപോലെ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ കാണാനിടയായി. പാലക്കാട് MLA ആയി നിന്ന് ഷാഫി പറമ്പിൽ ഇതുപോലെ വടകര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. അതിൽ പാലക്കാടുള്ള ആൾക്കാർ അവർക്കൊരു യാത്രയപ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഒരു ഇമോഷണലി എന്നെ ടച്ച് ചെയ്ത്. നമ്മൾ ഈ ചോക്ലേറ്റ്സ് ചെയ്യുന്നത് തന്നെ അതുപോലെ ഓരോരുത്തർക്കും ഒരു മധുരം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഓരോ ഫംഗ്ഷനും ഇവൻസിനും വേണ്ടിയിട്ടാണ്. എന്തോ പെട്ടെന്ന് അങ്ങനെ ഒരു തോട്ട് വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് ചോക്ലേറ്റ്സ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാനൊരു വീഡിയോ റാൻഡമായിട്ടൊരു വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുത്ത് ഷാഫി പറമ്പിൽ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, പേജിൽ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി. പിന്നെ അത് റീച്ച് കൂടി നമുക്ക് ഇതുപോലെ വടകര തന്നെയുള്ള ടീച്ചറിൻ്റെ ഓർഡർ വന്ന് ചോക്ലേറ്റ് പ്രചാരണം കേരളവും കടന്ന് മുന്നേറുകയാണ്. ഹൈദരാബാദ്, പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ആസാം, ഇവിടെ നിന്നൊക്കെ ഇതുപോലെ ഇലക്ഷൻ കമ്മിറ്റീൻ്റെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റിൽ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരാണോ ചോദിക്കുന്നത് അവർക്ക് എല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രീമിയം ടൈപ്പിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റുകൾ പങ്കുവെച്ച് സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുകയാണ്. ജൂൺ 4 വിധി ദിനത്തിൽ ചോക്ലേറ്റുകൾ പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം ആർക്കൊക്കെ ഉണ്ടാകും? കാത്തിരുന്നു കാണാം. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.